ഹലോ ഹായ് നമസ്കാരം കൂട്ടുകാരെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും തനൂസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പതിവ് പോലെ ഇന്നും നമ്മളൊരു പാചക വീഡിയോയുമായിട്ട് തന്നെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്യില്ലാതെ എങ്ങനെ നെയ്ച്ചോറുണ്ടാക്കാം എന്നതാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ നമ്മൾ നെയ്ച്ചോറുണ്ടാക്കാനായിട്ട് ഈ ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഒരു പാത്രം നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. നെയ്ക്ക് പകരം നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ നെയ്യില്ലാതെ തന്നെ നമുക്ക് വെളിച്ചെണ്ണയിൽ നല്ല നെയ്ച്ചോറ് വെക്കാനായിട്ട് സാധിക്കും. ഇവിടെ അതിലേക്കിടാനായിട്ട് സവാള, കറുവാപ്പട്ട, ഗ്രാമ്പു, പെരിഞ്ചീരകം, ഏലയ്ക്ക എന്നിവയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതെല്ലാം കൂടി ആ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. സവാളയൊക്കെ നമ്മൾ നേരത്തെ തന്നെ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി സാധനങ്ങളുമൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. അതെല്ലാം നമ്മൾ പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് മൂപ്പിക്കണം. സവാളയും ഇപ്പോൾ ഇട്ട സാധനങ്ങളെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം വേണം നമുക്കിതിലേക്ക് വെള്ളവും മറ്റുമൊക്കെ ഒഴിച്ചു കൊടുക്കാൻ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. സ്റ്റൗ നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1.5 ഗ്ലാസ് അരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇരട്ടി വെള്ളം 3 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. 3 ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പ് കൂടി ഇട്ടിട്ട് ഇളക്കുക. നന്നായിട്ട് ഉപ്പ് ലയിച്ച് ചേരണം. ഇവിടെ നമ്മൾ നെയ്ച്ചോറ് വെക്കാനായിട്ടുള്ള അരി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. വെള്ളം തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഇവിടെ വെള്ളം തിളയ്ക്കുന്നുണ്ട്. നമ്മൾ അതിലേക്ക് അരി ഇട്ട് കൊടുക്കുകയാണ്. അരി മുഴുവനായിട്ടും ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നെയ്ച്ചോറുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്കിതിലേക്ക് ഒരല്പം മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഒന്നുകൂടി നമ്മൾ ഇളക്കി കൊടുക്കുകയാണ്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നു. അരി പൊടിയാത്ത രീതിയിൽ ഇളക്കി കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് മൂടി വയ്ക്കാം. അരിയുടെ വെള്ളം വറ്റി നെയ്ച്ചോറായി മാറണം. ഇവിടെ ഇപ്പുറത്ത് ഞാൻ ഇറച്ചിക്കറി വെച്ചുകൊണ്ടിരിക്കുകയാണ്. നെയ്ച്ചോറും ഇറച്ചിക്കറിയുമാണ് ഇന്നിവിടെ റെഡിയാക്കുന്നത്. നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. ആഹാ, നല്ല സ്മെല്ല് വരുന്നുണ്ട്. നെയ്ച്ചോറ് ഏകദേശം റെഡിയായിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി നല്ല അടിപൊളി ചോറാണ് റെഡിയായിരിക്കുന്നത്. ഒന്നും പൊടിഞ്ഞൊന്നും പോയിട്ടില്ല. നല്ല അടിപൊളി നെയ്ച്ചോറ്. ചോറ് ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വളരെ വേഗത്തിൽ നമുക്ക് നെയ്യില്ലാതെ തന്നെ വെളിച്ചെണ്ണയിൽ നല്ല സൂപ്പർ നെയ്ച്ചോറ് വെച്ചെടുക്കാം. നമുക്കിവിടെ വീട്ടിൽ പിള്ളേർക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മളത് രണ്ടും ഉപയോഗിച്ചിട്ടില്ല. ആവശ്യമുള്ളവർക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൂടുതൽ രുചികരമാകും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നിങ്ങളും ഈ രീതിയിലൊന്ന് നെയ്ച്ചോറ് വെച്ച് നോക്കുക. വെളിച്ചെണ്ണയിൽ നല്ല രീതിയിൽ നമുക്ക് നെയ്ച്ചോറ് വെച്ചെടുക്കാനാവും. വീട്ടിൽ ട്രൈ ചെയ്തിട്ട് നമ്മളെ അഭിപ്രായം അറിയിക്കുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നല്ല നമസ്കാരം, ടാറ്റാ, ബൈ ബൈ.